ചാത്തന്റെ കഥാലോകം എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും കമന്റ് ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വിശ്വസിച്ചുകൊണ്ട് എപ്പിസോഡ് 5 നമ്മൾ തുടരുകയാണ്. 2025 ജൂലൈ ലോകമെമ്പാടും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായി. ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരൂഹ വസ്തു. നാസ അതിന് നൽകിയ പേര് ഒബ്ജക്റ്റ് എക്സ്. സാധാരണ ആസ്ട്രോയിഡ് പോലെയല്ല ഇതിന്റെ സ്വഭാവം. ശാസ്ത്രലോകം മുഴുവൻ കുഴഞ്ഞു പോകുന്ന അവസ്ഥ. ആദ്യം അത് ഒരു സാധാരണ ആസ്ട്രോയിഡ് ആയിരിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ ടെലിസ്കോപ്പ് ഡേറ്റ പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർ ഞെട്ടി. കാരണം ഒബ്ജക്റ്റ് എക്സിന്റെ ചലനം സാധാരണ നാച്ചുറൽ ബോഡികളുടെ പോലെ അല്ലായിരുന്നു. സ്പേസിൽ സഞ്ചരിക്കുന്ന ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ് എല്ലാം ഗ്രാവിറ്റേഷണൽ ലോസ് അനുസരിച്ച് ചലിക്കും. പക്ഷേ ഒബ്ജക്റ്റ് എക്സ് അതിനൊന്നും വിധേയമല്ല. അതൊരു ഡയറക്റ്റ് ട്രാജക്ടറിയിൽ നേരെ ഭൂമിയിലേക്കാണ് വരുന്നത്. നാസ സയന്റിസ്റ്റ് ഒരു പ്രസ് നോട്ടിൽ പറഞ്ഞു, "വി ആർ ക്ലോസ്ലി മോണിറ്ററിംഗ് ദിസ് ഒബ്ജക്ട്. ഇറ്റ് ഈസ് അൺലൈക്ക് എനിത്തിങ് വി ഹാവ് സീൻ ബിഫോർ." ഞങ്ങൾ ഇത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണ്. ഇതൊരു മറ്റു വസ്തുക്കളെ പോലെയല്ല. ഇതെന്തോ പ്രത്യേകതയുണ്ട്. സോഷ്യൽ മീഡിയയും ഉലഞ്ഞു തുടങ്ങി. ഫേസ്ബുക്ക്, ട്വിറ്റർ, ടിക്ടോക്ക് എല്ലായിടത്തും ട്രെൻഡിങ് ടാഗ് ഒബ്ജക്റ്റ് എക്സ് എന്നാണ്. വീഥികളിൽ പോലും ജനങ്ങൾ സംസാരിക്കുന്നത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം. ഒബ്ജക്റ്റ് എക്സ് ഭൂമിയിൽ ഇടിച്ചാൽ എന്താകും? അതൊരു ഏലിയൻ ക്രാഫ്റ്റ് ആണെങ്കിലോ? ആദ്യമായി ഒബ്ജക്റ്റ് എക്സ് കണ്ടത് വാവയിലെ മൗന കീ ഒബ്സർവേറ്ററിയിലാണ്. ഒരു വലിയ ടെലിസ്കോപ്പിൽ നിന്നും അൺയൂഷ്വൽ ലൈറ്റ് സ്പോട്ട് ചെയ്തു. ആസ്ട്രോയിഡ് പോലെ റാൻഡം സ്പിൻ ഇല്ല. ഇത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നതാണ്. അതാണ് ശാസ്ത്രജ്ഞരെ കൂടുതൽ ഭീതിയിലാക്കിയത്. ഒബ്ജക്റ്റ് എക്സ് മണിക്കൂറിൽ 1,80,000 കിലോമീറ്റർ വേഗതയിലാണ് വരുന്നത്. ഇത്രയും വേഗത്തിൽ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് വരുന്നത് വളരെ അപൂർവമാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി പോലും ഒബ്ജക്റ്റ് എക്സിനെ തിരിച്ചുവിടുന്നില്ല. ട്രജക്ടറി റിപ്പോർട്ട്സ് അത് നേരെ ഭൂമിയിലേക്കാണ് വരുന്നത്. നാസയുടെ സ്പെക്ട്രോമീറ്റർ റീഡിംഗ്സ് അനുസരിച്ച് ഒബ്ജക്റ്റ് എക്സ് ഒരു സാധാരണ റോക്ക് അല്ല. അതിൽ റെയർ മെറ്റൽസും റേഡിയോ പൾസസും കണ്ടെത്തി. അതിലും വിചിത്രമായ കാര്യം, ഓരോ 15 സെക്കൻഡിലും അത് റേഡിയോ ലൈക്ക് സിഗ്നൽസ് പുറത്തുവിടുന്നു. നാസയുടെ ഔദ്യോഗിക പ്രസ്താവന വളരെ ചുരുക്കമായിരുന്നു, ഒബ്ജക്റ്റ് അണ്ടർ ഒബ്സർവേഷൻ. പക്ഷേ ലീക്സ് പുറത്തുവിട്ട ഡോക്യുമെന്റുകൾ പറയുന്നു ഇത് നോൺ നാച്ചുറൽ ഒബ്ജക്റ്റ് ആണ്. അതായത് മനുഷ്യൻ അല്ലെങ്കിൽ മറ്റൊരു സിവിലൈസേഷൻ നിർമ്മിച്ചതാകാം. ഒബ്ജക്റ്റ് എക്സിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ ലോകമെമ്പാടും പാനിക്കായി. സോഷ്യൽ മീഡിയയിൽ ഡൂംസ്ഡേ ഒബ്ജക്റ്റ്, ഏലിയൻ ക്രാഫ്റ്റ് പോലെയുള്ള ഹാഷ്ടാഗുകൾ ട്രെൻഡായി. ചിലർ പറയുന്നത് ഏലിയൻ മദർഷിപ്പ് ആയിരിക്കാം. മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നത് ഭൂമിയുടെ അവസാനം അടുത്തു എന്നാണ്. മെയിൻ സ്ട്രീം സയന്റിസ്റ്റുകൾ പറയുന്നത് ഇത് ഒരു ഇന്റർസ്റ്റെല്ലാർ ആസ്ട്രോയിഡ് ആണ് എന്നാണ്. എന്നാൽ ഫ്രിഞ്ച് റിസർച്ചേഴ്സ് പറയുന്നത് ടെക്നോ സിഗ്നേച്ചർ ആണ്. ഇതൊരു ഏലിയൻ കമ്മ്യൂണിക്കേഷന്റെ പ്രൂഫ് ആണ് എന്നും. 2025 ഓഗസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഒബ്ജക്റ്റ് എക്സ് ഇപ്പോൾ ഭൂമിയിൽ നിന്നും വെറും 2 മില്യൺ കിലോമീറ്റർ മാത്രം അകലത്തിലാണ്. അതിന്റെ വേഗം കുറയാതെ തന്നെ സ്റ്റേബിൾ ആയ സിഗ്നൽ കണ്ടിന്യൂ ചെയ്യുന്നു. നാസ പോലും സമ്മതിച്ചു ഇത്. നാസ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിഹേവിംഗ് ലൈക്ക് ആൻ ആസ്ട്രോയിഡ്. അതായത് ഇതൊരു ആസ്ട്രോയിഡിനെ പോലെ ബിഹേവ് ചെയ്യുന്നില്ല എന്നാണ് നാസ പറയുന്നത്. ഒബ്ജക്റ്റ് എക്സ് ഭൂമിയുടെ അടുത്തെത്തുകയാണ്. ഇനി ചോദ്യം, ഇതൊരു അപകടകാരിയാണോ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഡിസ്കവറി ആണോ? സമയം മാത്രം ഉത്തരം പറയും. പക്ഷേ ചരിത്രം പറയുന്നത് ഇങ്ങനെ ദുരൂഹ വസ്തുക്കൾ നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കും എന്നാണ്. നിങ്ങൾക്കിതെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏതെങ്കിലും പുതിയ കഥകൾ നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക. ദയവായി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു. മറ്റൊരു എപ്പിസോഡുമായി ഉടൻ വരാം. ചാത്തന്റെ കഥാലോകം. എല്ലാവർക്കും നന്ദി.